ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോമ്പ് തോറ വ്ളോഗുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കിച്ചണിൽ കയറിയിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. എന്നാലേ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ സമൂസൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇതങ്ങനെ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. സമൂസൻ്റെ മസാലയ്ക്ക് ഉണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിന് കേട്ടോ ചിക്കന്, അതും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ സമൂസയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇപ്പുറത്തുനിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറക്കാൻ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സവാള നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തക്കാളിയും അതുപോലെ പച്ചമുളകും കഴുകി വെച്ച ബീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ബീഫ് കറി ഇവിടെ ആവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദയും ഗോതമ്പ് പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മസാലയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഉന്നക്കായ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരമായി ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാണ്. തണ്ണിമത്തനാണ് കേട്ടോ ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് ഉപ്പേന്ന് കേട്ടോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സമൂസക്ക് വേണ്ടിയിട്ട് പരത്തലാണ്. അങ്ങനെ ഓരോന്നായിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബോണ്ടിയാണ് കേട്ടോ നമ്മളടുത്തത് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ബോണ്ടി ഓരോന്നായിട്ട് ഇട്ടെടുക്കലാണ്. ആദ്യത്തെ നോമ്പിനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫുൾ ഓയിൽ ഫ്രൈ ചെയ്ത ഐറ്റംസ് ആണല്ലോ എന്ന്. ആദ്യത്തെ നോമ്പായോണ്ടെന്ന് കേട്ടോ ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്തതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് തൊട്ടിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ടേബിൾ മേൽ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈത്തപ്പായും വെള്ളയും കുടിച്ചിട്ട് നോമ്പ് മുറിക്കലാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉന്നക്കായ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് വെള്ളം തന്നെ ആദ്യം കുടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ദാഹം ഉണ്ടായിട്ടുണ്ട്. ഇനി ഉന്നക്കായ ഞാൻ ടേസ്റ്റ് ചെയ്യലാണ്. നമ്മൾ ഇവിടെ മുട്ട ഫില്ലിംഗ് ആണ് കേട്ടോ വെക്കൽ. നമ്മൾ കണ്ണൂർ സൈഡൊക്കെ മുട്ടൻ്റെ ഫില്ലിങ്സാണ്. പിന്നെ ഞാൻ സമൂസയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ട് നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി കഴിക്കൽ. പിന്നെ ബോണ്ടിയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ജ്യൂസായിട്ട് റൂഹബ്സി അതുപോലെ ബദാം കാച്ചിയതൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ നാരങ്ങ വെള്ളി ഉണ്ടായിട്ടുണ്ടായിന്. ഇനി തറാവിയ നമസ്കാരത്തിന് ശേഷം നമ്മൾ നെയ്ച്ചോറും ബീഫ് കറിയും കഴിക്കലാണ്. ഇന്നിവിടെ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബീഫ് കറി ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കലാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള
വ്യത്യസ്തമായ വ്ളോഗുമായി വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.